ഗായ്സ്, അസ്സലാമു അലൈക്കും. ആദിസ് റൈവ്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഞാനിപ്പോൾ താത്തൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോണ്ട് റൈഹാൻ താത്തൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ബർഗറൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഒരു പുതിയൊരു ഇത് വാങ്ങിയിട്ടുണ്ട്. എന്തേലും പറയല്ലേ ഇനി എന്തേലും പറയില്ല റൈഹാൻ താ കൂടെ ഒരു എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എന്താ പറയുക ബർഗർ ഉണ്ടാക്കുന്ന ഒരു ഇതിലാണ്. ഹായ്. അപ്പോൾ ഇന്നത്തെ ഉദ്ഘാടനമാണ് കേട്ടോ. ബർഗർ ഉണ്ടാക്കിയിട്ട് അത് ജാബിയാണ് ഉണ്ടാക്കുന്നത്. ബർഗർ ആയാൽ കഴിക്കാം, അല്ലെങ്കിൽ ഫ്ലോപ്പ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇടാന്ന് വിചാരിച്ചതാണ്. ഉണ്ടാക്കുന്ന ഹായ് ഇവള് പിന്നെ ഇല്ലാത്ത കച്ചവടമല്ലല്ലോ. 2 ദിവസം റെസ്റ്റ് ആയിരുന്നു. ഇവള് നാട്ടിലൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നാണ്. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പം നമുക്ക് ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. നമ്മളെ റിച്ചൂട്ടൻ ഓണപ്പരിപാടി കഴിഞ്ഞ് വരിക കേട്ടോ. തുണിയൊക്കെ കൊടുത്തിട്ട് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലെ പരിപാടി? അവിടെ നിൽക്ക്. എൻ്റെ ഉപ്പച്ചിയാണ് ഇന്ന് ബർഗർ ഉണ്ടാക്കണത്. എൻ്റെ അഭിപ്രായം എന്താ? ഇങ്ങോട്ടേക്ക് അനെ കാണുന്നില്ല, ഇങ്ങനെ എടുക്ക പോണ്. എന്താണ് എൻ്റെ അഭിപ്രായം? ആവോ ഒന്ന് ബർഗർ ആവോ? അതൊക്കെ പണ്ട് ഈ പച്ചക്കറി അരിഞ്ഞല്ല ശീലമുണ്ട് തോന്നല്ലോ. അടിപൊളിയായിട്ട് ഇതാ ക്യാപ്സിക്കവും തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് ജാബിൻ്റെ ബർഗറാ. ജാബിൻ്റെ സ്പെഷ്യൽ ബർഗർ. നമ്മങ്ങോട്ട് നോക്കുമോ കുക്കിംഗ് ആരാ? ഉള്ളി ഇതിൻ്റെ കഷ്ണമായിട്ട് മുറിഞ്ഞു പോയിരുന്നു. ജാബിൻ്റെ സ്പെഷ്യൽ ബർഗറാണ് ഗൈസ്. തിന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാവും. ചീസ് ചീസ് അതിനുള്ളിൽ ഒട്ടിപ്പിടിച്ച് ഒന്ന് ബർഗർ കിട്ടുമോ? ആ ചീസ് ആദ്യം കിട്ടുമെന്ന്. ബർഗറാ? മത്തിക്കറിക്കാണ് പണി, ബർഗറിനൊരു പണിയുമില്ല. ഞാൻ മോനെ അങ്ങനെയതാ ആദ്യ ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആദ്യൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം. അയ്യടാ, ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഉണ്ടാക്കി തരണം. ഇതിലാണ് ഗൈസ് നമ്മളെ ബർഗർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്തിനേക്കാം വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്? അടി പിടിക്കാണ്ട് അത് അടി പിടിക്കയിൽ ഗ്രില്ലിൽ വെക്കാത്തത് സാധനം വെക്കുന്നില്ല. ചൂടാകുമ്പോൾ ഹീറ്റാകുമ്പോൾ അതിലടി പിടിക്കും. അപ്പോൾ എയർ ഫ്രയർ കേടാവും. അങ്ങനെയൊക്കെ ആണല്ലേ? മണിക്കൂറിൽ നോക്കും. ബാക്കി ഞങ്ങൾ പിന്നെ ആർക്കുള്ള 5 എണ്ണം വെക്കേ? അല്ല 4 എണ്ണം വെച്ചാൽ മതി. ബാക്കി പിന്നെ 4 5 എണ്ണം കൊള്ളുമല്ലോ അതിൽ. എയർ ഫ്രയർ ഓണാക്കി ഗൈസ്. ഉദ്ഘാടനം കേട്ടോ ഗൈസ്. ഹായ്, നീ എപ്പം വന്നു മകളെ? ആണല്ലേ? അങ്ങനെ ഇതാക്കുന്ന ഇവിടെ ജാബിറൻ തകൃതിയായ പണിയിലാണ്.
ഇതിലെന്താണ് തേച്ച് വെച്ചിരിക്കുന്നത് അളിയ? എന്ത് സോസാ? പിന്നെ ചീസ് വെച്ചില്ലേ? അല്ല, ഇതില് ചീസ് വെച്ചത് ആണല്ലേ? ഭയങ്കര കോമഡി ആണെങ്കിലും മിക്കവാറും ഇത് ബർഗർ ഒന്നും ആവൂല ഗൈസ്. കൊറേ നേരം ഞാൻ ഈ ബർഗറിന് ഇത് തിന്നാൻ വെയിറ്റ് ചെയ്യുന്ന ഇതാക്കുന്ന ഇതില് സംഭവം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് വേണ്ട, തുറക്കാനായോ? തുറന്നു നോക്ക്. അങ്ങനെ അതാക്കുന്ന തക്കാളി, ഉള്ളി, ഇതിന് ഈ മുളകിന് എന്തേ പറയല്? ക്യാപ്സിക്കം. അതിനോ? അയലക്ക് ലീഫാണോ? എന്താളി അങ്ങനൊന്നും പറയല്ലേ. അയ്യേ, കമന്റ് ബിലോ അയലക്ക് എന്താ പറയാന്ന്. അതിന് നമ്മള് പണ്ടുള്ള ഒരു ഇലയപ്പൊക്കെ ഉണ്ടാക്കും. ബർഗർ ഇങ്ങനെ തകൃതിയായി ആയിക്കൊണ്ടിരിക്കും. ഇവിടെ എന്റെ താത്തക്ക് എന്താ പണി? ഇതെന്താ സാധനം? ചിക്കൻ പാർട്സ് ആണ് ഗൈസ്. ചിക്കൻ പാർട്സ് കറിയാണ്. ഓ, പാർട്സ് കറി വെച്ചോണ്ടിരിക്കണോ? ചായ റെഡിയാണ്. ബർഗർ ആയാ മതി. ബർഗർ ഒന്ന് ആവോ എന്തോ. ഐഷ ജസ, നീ ബർഗറിന് വെയിറ്റ് ചെയ്യണോ? അങ്ങനെ ഇതാക്കുന്ന ബർഗർ തുറക്കുകയാണ്. ഇത് തിന്നാൻ ഇനി വൈകുന്നേരം തിന്നണ്ട ഗൈസ്. ചൂടിക്കാൻ പറഞ്ഞിട്ട് നേരത്തെ ഈർക്കിൽ വേണ്ടേ ഇനി കുത്താൻ? ടൂത്ത് പിക്ക് വേണ്ടേ? ടൂത്ത് പിക്ക് കുത്തിയിട്ടാണ് വെക്കുക നടുക്ക്. തൽക്കാലം ഇങ്ങനെ കുത്തിയിട്ട് തിന്നാ. ചൂടിന്റെ ഈർക്കിലെടുത്തോ തൽക്കാലം? എന്താവും നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു ഷെയറാക്കാം. ട്രൈ ചെയ്യല്ലേ? ട്രൈ എല്ലാം ട്രൈ. രണ്ടിലേ പോവും. ഫസ്റ്റ് ഉണ്ടാക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നനയ്ക്കാനോ? ഇതാക്കുന്ന കറിയിലേക്ക്, കുക്കറിലേക്ക് ചിക്കൻ ഇട്ടു ഗായ്സ്. ചിക്കൻ അല്ല, ചിക്കൻ പാർട്സിലെ. നൈറ്റ് ചിക്കൻ പാർട്സും ഇന്ന് നൈറ്റ് ചിക്കൻ പാർട്സ് ദോശയാ. അത് കഴിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. പോയിക്കോ. അതെന്താടി നീ അങ്ങനെ ഒരു ടോക്ക്? പറ മോളെ, മേമക്ക് തരാതെ കഴിക്കാൻ പാടില്ലെന്ന് പറ. അതെ, അങ്ങനെ പറ, ഒച്ചത്ത് പറ. അതെ, പാവം മേമയല്ലേ അറി. ഇവിടെ ബർഗറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെയൊക്കെ മോളെ ഞങ്ങള് മൂവിക്ക് പോയിട്ടുണ്ടല്ലോ. ഷംന ചേച്ചി എപ്പോഴാ വരിക? ഷംന ചേച്ചി എപ്പോഴാ വരിക? തിയേറ്ററിൽ എത്തിയെത്തുന്നു. ബർഗർ റെഡിയായി ഗൈസ്. സെറ്റായി ഗൈസ്, സെറ്റായി. ഈ ബർഗർ തിരിച്ചാണ് വെച്ചത് കേട്ടോ ഗൈസ്, ഒന്നും വിചാരിക്കണ്ട. ഒന്നും ഇങ്ങോട്ട് നിൽക്കും. അമ്മ കട്ട് ചെയ്തോളി. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അബി? ബർഗർ ആയോ? എങ്ങനെയുണ്ട് സൂപ്പറാ? എങ്ങനെയുണ്ട് ഷംന?
അടിപൊളി. ഇന്ന് പോവാ രാത്രി. എങ്ങനെയുണ്ട് റിതുമോൻ? റിൽമോൾ എങ്ങനെയുണ്ട്? സൂപ്പറാ. റിച്ചുവിന് പിന്നെ ഏലക്കും വേണം മയോണൈസ്, അല്ല മറ്റേ സോസ്, തക്കാളി സോസ്. ഗൈസ് ബർഗറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വീട്ടിലോട്ട് പോന്നിട്ടോ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഷംന നാട്ടിൽ പോയതായിരുന്നു പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവൾ വന്ന്, അപ്പോൾ അവളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ബർഗറും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരുപാട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാത്രി ലേറ്റായിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.